നമസ്കാരം, എൻ്റെ പേര് സ്മിത ഹരിദാസ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ലെറ്റ് us see problems and solutions chapter wise. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന 5ാം അധ്യായത്തിലെ ഏതാനും പ്രോബ്ലംസ് ആണ് ഇന്ന് നോക്കുന്നത്. First question, a short bar magnet placed with its axis at 30 degree with an external field of 800 Gauss experiences a torque of 0.016 Newton meter. What is the magnetic moment of the magnet? ഒരു ബാർ മാഗ്നറ്റ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡില് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, സ്വന്തമായി കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിന് ഒരു റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. ഈ റൊട്ടേറ്റിംഗ് ഇഫക്റ്റിനെ പറയുന്ന പേരാണ് ടോർക്ക് ആക്ടിംഗ് ഓൺ ദി ബാർ മാഗ്നറ്റ്. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 0.016 ന്യൂട്ടൺ മീറ്റർ ആണ്. എപ്പോഴാണ് ഈ 0.016 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഉണ്ടാകുന്നത്? എക്സ്റ്റേണൽ ഫീൽഡ് 800 ഗോസ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. 800 ഗോസ് എന്നുള്ളത് ടെസ്ലയിലേക്ക് കൺവേർട്ട് ചെയ്ത് വേണം പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ. കാരണം മാഗ്നറ്റിക് ഫീൽഡിന്റെ എസ് യൂണിറ്റ് ടെസ്ലയാണ്. 1 ടെസ്ല എന്നാൽ 10⁻⁴ ഗോസ്, അല്ലെങ്കിൽ 1 ഗോസ് ഈക്വൽ ടു 10⁻⁻⁴ ടെസ്ല. ഓക്കെ, സോ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ ആയ mb സൈൻ തീറ്റയിൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 0.016 ഈക്വൽ ടു m ഇൻറ്റു ബിക്ക് പകരം 800 ഇൻറ്റു 10⁻⁻⁴ ടെസ്ല ഇൻറ്റു 1/2 സൈൻ 30 സൈൻ 30 ഈക്വൽ ടു 1/2. സോ m ഈക്വൽ ടു 0.4 ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നതായിരിക്കും. സിമ്പിൾ പ്രോബ്ലം ആണത്. ബി പാർട്ട്, വാട്ട് ഈസ് ദി വർക്ക് ഡൺ ഇൻ മൂവിംഗ് ഇറ്റ് ഫ്രം ദി മോസ്റ്റ് സ്റ്റേബിൾ ടു ദി മോസ്റ്റ് അൺസ്റ്റേബിൾ പൊസിഷൻ? മോസ്റ്റ് സ്റ്റേബിൾ പൊസിഷൻ ഒരു ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം മാഗ്നറ്റിക് നോർത്തും എർത്തിന്റെ സൗത്തും വരിക, മാഗ്നറ്റിക് സൗത്തും എർത്തിന്റെ നോർത്തും വരിക. അങ്ങനെ അലൈൻ ചെയ്യുമ്പോഴായിരിക്കും ഒരു മാഗ്നറ്റ് ഏറ്റവും സ്റ്റേബിൾ ആയിരിക്കുക. ആ കേസില് തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി എന്നാണ് എടുക്കുന്നത്. മോസ്റ്റ് അൺസ്റ്റേബിൾ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് നോർത്തും എർത്തിന്റെ നോർത്തും വരിക, അല്ലെങ്കിൽ മാഗ്നറ്റിക് സൗത്തും എർത്തിന്റെ സൗത്തും കൂടി വരിക. ആ കേസിൽ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആയിരിക്കും. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദി മാഗ്നറ്റ്, അതിനെയാണ് വർക്ക് ഡൺ എന്ന് പറയുക. അപ്പോ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ് സ്റ്റേബിൾ പൊസിഷനിൽ നിന്ന് മോസ്റ്റ് അൺസ്റ്റേബിൾ പൊസിഷനിലേക്ക് മാഗ്നറ്റിനെ മൂവ് ചെയ്യിക്കുമ്പോൾ എത്രത്തോളം വർക്ക് ഡൺ വേണ്ടി വരുന്നു എന്നുള്ളതാണ്. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയെ യു എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. അതിന്റെ എക്സ്പ്രഷൻ വെക്ടർ എം ഡോട്ട് വെക്ടർ ബി എന്നാണ്, അല്ലെങ്കിൽ -mb കോസ് തീറ്റ എന്നതാണ്. വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യു ഫൈനൽ പൊസിഷൻ മൈനസ് യു ഇനിഷ്യൽ പൊസിഷൻ കണ്ടെത്തണം. അതായത് യു അറ്റ് 180 ഡിഗ്രി മൈനസ് യു അറ്റ് 0 ഡിഗ്രി. യുവിന്റെ എക്സ്പ്രഷൻ പറഞ്ഞു കഴിഞ്ഞു, -mb കോസ് തീറ്റ ആണ്. കോസ് തീറ്റ കോസ് 180 ഡിഗ്രി ഈക്വൽ ടു -1. സോ -mb കോസ് 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ mb തന്നെയാകും. മൈനസ് ഓഫ് മൈനസ് mb ഈക്വൽ ടു mb തന്നെയാകും. പിന്നെ യു അറ്റ് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി വരുന്നത് -mb കോസ് 0. കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ നമുക്ക് കിട്ടുക -mb എന്നായിരിക്കും. മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ്. സോ ദ വർക്ക് ഡൺ ഈക്വൽ ടു 2mb എന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, വാല്യൂസ് കൊടുക്കുക. 2 ഇൻറ്റു മാഗ്നറ്റിക് മൊമെന്റ് 0.4 എന്ന് കിട്ടി. ബിയുടെ വാല്യൂ 800 10⁻⁻⁴. സോ ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് ദ മാഗ്നറ്റ് ഫ്രം ദി മോസ്റ്റ് stable position to most unstable position is obtained as 0.064 joule. Okay, ഈ പ്രോബ്ലത്തിന് ഒരു സി പാർട്ട് കൂടിയുണ്ട്, അത് വായിക്കുന്നു.
the bar magnet is replaced by a solenoid of cross-sectional area 2 into 10 power minus 4 meter square and 1000 turns, but of the same magnetic moment. Determine the current flowing through the solenoid. ഈ ബാർ മാഗ്നറ്റിനെ നമുക്ക് ഒരു സോളിനോയിഡിന്റെ ഇക്വലന്റ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എത്രയായിരിക്കും അതിൽ കൂടിയുള്ള കറന്റ് ഫ്ലോയിങ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനും ഇക്വേഷൻ ഉണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് കറന്റ് ഫ്ലോയിങ്ങിന്റെ മൂല്യം എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ. When the bar magnet is acting as a solenoid, its magnetic moment is given by the expression M equal to NIA. Okay. ഇപ്പൊ ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. N നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. I ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഏരിയ 2 into 10 power minus 4 സ്ക്വയർ മീറ്റർ എന്നതും തന്നിട്ടുണ്ട്. അപ്പോ ഐയുടെ വാല്യൂ സെക്കൻഡ് ടേം ഐയുടെ വാല്യൂ കിട്ടുന്നത് 2 ആംപിയർ എന്നായിരിക്കും. ഓക്കെ. 0.4 into 10 power 4 divided by 1000 into 2 equal to 2 ആംപിയർ എന്നായിരിക്കും. ഓക്കെ. ഇവിടെ രണ്ടാമത് എഴുതിയിരിക്കുന്ന എക്സ്പ്രഷനില് 1 എന്നല്ല വേണ്ടത് ഐ എന്നുള്ളതാണ്. ഫൈനൽ എക്സ്പ്രഷൻ കറക്റ്റ് തന്നെയാണ്. കറന്റ് flowing through the solenoid is then given by the value I equal to 2 ampere. ഇതുപോലെ ഉള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇക്വേറ്റോറിയൽ ആൻഡ് ആക്സിയൽ ഫീൽഡ്സ് ഡ്യൂ ടു എ ബാർ മാഗ്നറ്റ് ഓഫ് ലെങ്ത് 5 cm at a distance of 50 cm at its midpoint? The magnetic moment of the bar magnet is 0.4 ampere meter square. ഇപ്പൊ ഇവിടെ നമുക്ക് ഇക്വേറ്റോറിയൽ മാഗ്നറ്റിക് ഫീൽഡ്, ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇതിന്റെ ഇക്വേഷൻസ് ഒരു ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്നുള്ളത് അറിയാമെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇക്വേറ്റോറിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ദി എക്സ്പ്രഷൻ BE equal to mu 0 m by 4 pi r cube. M എന്നത് മാഗ്നറ്റിക് മൊമെന്റ് ആണ്, R എന്നുള്ളത് ഡിസ്റ്റൻസ് ആണ്. mu 0 by 4 pi യുടെ ന്യൂമറിക്കൽ വാല്യൂ 10 power minus 7 ആണ്. mu 0 യുടെ വാല്യൂ 4 pi into 10 power minus 7 ആണല്ലോ. അപ്പൊ mu 0 by 4 pi എന്ന് പറഞ്ഞാൽ 10 power minus 7. മാഗ്നറ്റിക് മൊമെന്റ് 0.4 തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് 50 സെന്റിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ 0.5 മീറ്റർ, അതിന്റെ ക്യൂബ് എടുക്കണം. വി വിൽ ഗെറ്റ് ദി ഇക്വേറ്റോറിയൽ മാഗ്നറ്റിക് ഫീൽഡ് ടു ബി 3.2 into 10 power minus 7 ടെസ്ല. ക്യാപിറ്റൽ ടി ആണ് സിമ്പിൾ. ഓക്കെ. ഇനി ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ mu 0 2m by 4 pi r cube എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇക്വേറ്റോറിയൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇരട്ടിയായിരിക്കും ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡ്. സോ ദ ആൻസർ ഈസ് 6.4 into 10 power minus 7 ടെസ്ല. ക്യാപിറ്റൽ ടിയുടെ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, യൂണിറ്റ് എഴുതണം. ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡ് BA equal to 6.4 into 10 power minus 7 ടെസ്ല. ക്ലിയർ? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന 5ാം പാഠത്തിലെ 3ാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ ഇക്വേറ്റർ ഈസ് അപ്രോക്സിമേറ്റ്ലി 0.4 ഗോസ്. എസ്റ്റിമേറ്റ് ദ എർത്ത് ഡൈപോൾ മൊമെന്റ്. ഇക്വേറ്റോറിയൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ 2ാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. BE equal to mu 0 m by 4 pi r cube. ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് എമ്മിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. BE തന്നിട്ടുണ്ട്. 0.4 ഗോസ് ആണ്. 1 ഗോസ് എന്നാൽ 10 power minus 4 ടെസ്ല SI യൂണിറ്റില്. അതായത് 4 into 10 power minus 5 ടെസ്ലയാണ് BE. ഓക്കെ. ഡിസ്റ്റൻസ് ആറിനെ എടുക്കേണ്ടത് എർത്തിന്റെ റേഡിയസ് ആയിട്ട് എടുക്കാം. 6400 കിലോമീറ്റർ അല്ലെങ്കിൽ 6.4 into 10 power 6 മീറ്റർ.
SI യൂണിറ്റ് ആറിന്റെ മീറ്റർ ആണല്ലോ. സോ ആ വാല്യൂമായി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ M = BE r³ ഡിവൈഡഡ് ബൈ 4 എന്ന് കൊടുക്കണം. കാരണം μ0/4πയുടെ ന്യൂമറിക്കൽ വാല്യൂ 10⁻⁻7 എന്ന് കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വാല്യൂസ് എല്ലാം കൊടുത്ത് കഴിയുമ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടുക 1.05 × 10⁻23 ആംപിയർ മീറ്റർ സ്ക്വയർ എന്നായിരിക്കും. ഓക്കെ, സോ യെസ്, ഡൈപോൾ മൊമെന്റ് നമുക്കിവിടെ കിട്ടുന്നത് 1.05 × 10⁻23 ആംപിയർ മീറ്റർ സ്ക്വയർ എന്നാണ്. ഇത് എക്സ്പെരിമെന്റൽ വാല്യൂവിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂ ആണ്. എക്സ്പെരിമെന്റൽ വാല്യൂ എന്നാൽ 8 × 10⁻22 ആംപിയർ മീറ്റർ സ്ക്വയർ എന്നാണ്. അപ്രോക്സിമേറ്റ്ലി 10⁻23 ആംപിയർ മീറ്റർ സ്ക്വയർ തന്നെയാണ് എക്സ്പെരിമെന്റൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എക്സ്പെരിമെന്റൽ വാല്യൂയും കാൽക്കുലേറ്റഡ് വാല്യൂയും ഇവിടെ ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്ന് കാണാവുന്നതാണ്. ഓക്കെ, നാലാമത്തെ പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്. A short bar magnet placed with its axis at 30 degree with a uniform external magnetic field of 0.25 Tesla experiences a torque of magnitude equal to 4.5 × 10⁻⁻2 joule. What is the magnitude of the magnetic moment of the magnet? Torque acting on the bar magnet is given by the expression τ = mb sin theta. നമ്മൾ ഓൾറെഡി പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് എമ്മിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുക τ/b sin theta ആയിരിക്കും. ടോർക്കിന്റെ വാല്യൂ 4.5 × 10⁻⁻2. മാഗ്നറ്റിക് ഫീൽഡ് 0.25 ടെസ്ല തന്നിട്ടുണ്ട്. sin 30 1/2. അത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ ഇക്വേഷൻ 4.5 × 10⁻⁻2 × 2 ഡിവൈഡഡ് ബൈ 0.25. ആൻസർ കിട്ടുക 0.36 ആംപിയർ മീറ്റർ സ്ക്വയർ എന്നാണ്, അല്ലെങ്കിൽ 0.36 ജൂൾ പെർ ടെസ്ല എന്നാണ്. ജൂൾ പെർ ടെസ്ല ഓർ ആംപിയർ പെർ മീറ്റർ സ്ക്വയർ രണ്ടും മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, അഞ്ചാമത്തെ പ്രോബ്ലം. A closely wound solenoid of 800 turns and area of cross section 2.5 × 10⁻⁻4 square meter carries a current of 3 ampere. Explain the sense in which the solenoid acts like a bar magnet. What is its associated magnetic moment? ഇവിടെ നമുക്കൊരു സോളിനോയിഡിന്റെ ഡേറ്റയാണ് തന്നിരിക്കുന്നത്. ഈ സോളിനോയിഡിനെ ബാർ മാഗ്നറ്റുമായിട്ട് കമ്പയർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണെന്നും കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് മൊമെന്റ് സോളിനോയിഡിന്റെ കേസിൽ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ M = ANI എന്നുള്ളതാണ്. വേർ A is the area, N is the number of turns and I is the current. വാല്യൂസ് തന്നിരിക്കുന്നതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 0.6 ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നതാണ്. ഇനി എക്സ്പ്ലെയിൻ ദ സെൻസ് ഇൻ വിച്ച് ദ സോളിനോയിഡ് ആക്ട്സ് ലൈക്ക് എ ബാർ മാഗ്നറ്റ് എങ്ങനെയാണെന്ന് പറയണം. ദ ഫീൽഡ് ഓഫ് എ സോളിനോയിഡ് പറയുമ്പോൾ അത് ആക്സിസിൽ യൂണിഫോം ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഷോർട്ട് സോളിനോയിഡിന്റെ കാര്യം പറയുമ്പോഴും നമുക്ക് ബാർ മാഗ്നറ്റിനെ ഇക്വലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഷോർട്ട് സോളിനോയിഡിന്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ പൊളാരിറ്റി എന്നുള്ളത് ഡയറക്ഷൻ ഓഫ് സർക്കുലേഷൻ ഓഫ് കറന്റിന് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, സോ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ ഏരിയയും നമ്പർ ഓഫ് ടേൺസും ഐയും കറന്റും തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ M = ANI എന്നതാണ്. ഓക്കെ, അടുത്ത പ്രോബ്ലം ചെയ്യുന്നതിന് അറിയേണ്ടതായ തിയറി ഓടിച്ചെന്ന് പറയുകയാണ്. ദ ഡൈപോൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കൊരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ആ ബാർ മാഗ്നറ്റ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് സ്മോൾ m ആണെന്നിരിക്കട്ടെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ I ആണെന്നിരിക്കട്ടെ, തീറ്റ ആംഗിളും കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരു റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. ആ റൊട്ടേറ്റിംഗ് ഇഫക്റ്റിനെയാണ് ടോർക്ക് എന്ന് പറയുക. ടോർക്കിന് രണ്ട് എക്സ്പ്രഷൻസ് കൊടുക്കാൻ സാധിക്കും. അവയാണ് τ = mb sin theta and τ = I alpha or I d² θ/dt². ഇക്വിലിബ്രിയത്തിൽ ഇക്വേഷൻ 1ഉം 2ഉം
ഇക്വലന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എം ബി സൈൻ തീറ്റ. ചെറിയൊരു റീഅറേഞ്ച്മെന്റ് കൊടുക്കുകയാണ്. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എം ബി ബൈ ഐ സൈൻ തീറ്റ എന്ന് കൊടുക്കുന്നു. ഐ താഴത്തേക്ക് എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് കൊടുക്കാം. തീറ്റ ആംഗിൾ വളരെ ചെറുതായിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ കിട്ടുക ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എം ബി ബൈ ഐ തീറ്റ എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഈ ഇക്വേഷനെ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ബി ബൈ ഐ ഇൻറ്റു തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നതായിരിക്കും. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ഇക്വലന്റ് ആണ്. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0 എന്നുള്ളതിന് ഇക്വലന്റ് ആണ്. ഇക്വേഷൻ 3 സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ഇക്വലന്റ് ആയതുകൊണ്ട് അവിടെയുള്ള ഒമേഗ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് എം ബി ബൈ ഐ ആയിരിക്കും. സോ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് എം ബി ബൈ ഐ ആയിരിക്കും. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ആണ്. ഒമേഗ ആംഗുലർ വെലോസിറ്റിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒമേഗ ഈക്വൽ ടു 2π/t ആണ്. അപ്പൊ 2π/t എന്നതിന് പകരം റൂട്ട് ഓഫ് എം ബി ബൈ ഐ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ബാർ മാഗ്നറ്റ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കുഡ് ബി ഒബ്റ്റെയിൻഡ് ആസ് t ഈക്വൽ ടു 2π ഇൻ റൂട്ട് ഓഫ് ഐ ബൈ എം ബി. ഓക്കെ, ഇതിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ കിട്ടുക B ഈക്വൽ ടു 4π സ്ക്വയർ ഐ ഡിവൈഡഡ് ബൈ എം ടി സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കിനി പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം: എ സർക്കുലർ കോയിൽ ഓഫ് 16 turns and radius 10 cm carrying a current of 0.75 ampere rests with its plane normal to an external field of magnitude 5 into 10 power minus 2 Tesla. The coil is free to turn about an axis in its plane perpendicular to the field direction. The coil is turned slightly and released. Then it oscillates about its stable equilibrium position with a frequency of 2 seconds raised to minus 1. What is the moment of inertia of the coil about its axis of rotation? ഇപ്പോൾ ഒരു സർക്കുലർ കോയിൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ അത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമുക്ക് ടൈം പീരീഡ് ഓഫ് ഓസിലേഷന്റെ എക്സ്പ്രഷൻ അറിയാം. ടി ഈക്വൽ 2π റൂട്ട് ഓഫ് ഐ ബൈ എം ബി എന്നുള്ളതാണ്. ടൈം പീരീഡ് എന്നാൽ റെസിപ്രോക്കൽ ഫ്രീക്വൻസി ആണ്. therefore ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് എം ബി ബൈ ഐ. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തില് മാഗ്നറ്റിക് മൊമെന്റ് ഇൻ ദ കേസ് ഓഫ് എ സോളിനോയിഡ് ഈസ് ഗിവൺ ബൈ എം ഈക്വൽ ടു ANI എന്ന് കൊടുത്തിരുന്നു. എ എന്നാൽ ഏരിയ ആണ്. സർക്കുലർ കോയിലിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഓക്കെ, സോ ഐയുടെ വാല്യൂ നമുക്ക് എം ബി ബൈ 4π² ന്യൂ² എന്നതിന് പകരം ANI ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ 4π² ന്യൂ² എന്ന് കൊടുക്കാവുന്നതാണ്. ഏരിയ πr² ആണ്. പിന്നെ NIB കൊടുത്തു, 4π² ന്യൂ². പൈയും ക്യാൻസൽ ആയിപ്പോയി. ന്യൂമറേറ്ററിലും ഒരു പൈ ഉണ്ട്, ഡിനോമിനേറ്ററിൽ π² ഉണ്ട്. അത് ക്യാൻസൽ ആയി പോയി കഴിയുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു പൈ വരും. അതിന് പകരം 22/7 എന്നുള്ള വാല്യൂ കൊടുക്കാം. കാൽക്കുലേഷനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ റേഡിയസ് തന്നിട്ടുണ്ട് 10 into 10 power minus 2 മീറ്റർ എന്നുള്ളതാണ്. കറന്റ് തന്നിട്ടുള്ളത് 0.75 ആംപിയർ. നമ്പർ ഓഫ് ടേൺസ് 16. മാഗ്നറ്റിക് ഫീൽഡ് 5 into 10 power minus 2. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, 4 കൊടുക്കണം. ഫ്രീക്വൻസി 2 അതിന്റെ സ്ക്വയർ കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം കൊടുത്തിട്ട് സിംപ്ലിഫിക്കേഷൻസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഈക്വൽ ടു 1.2 into 10 power minus 4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നുള്ളതായിരിക്കും. ഓക്കെ, ഐ ഈക്വൽ ടു mr² എന്നുള്ളതാണ്. mr², എം മാസാണ്,
r² റേഡിയസ് ഓഫ് ജനറേഷൻ കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ യൂണിറ്റ് വരിക കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നുള്ളതായിരിക്കും. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻ അവർ കേസ്, ഇൻ ദ കേസ് ഓഫ് എ സർക്കുലർ കോയിൽ rotating in a uniform external magnetic field is obtained as 1.2 into 10 power minus 4 kilogram meter square. Okay? ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ കണ്ട ടഫാന്ന് തോന്നും, പക്ഷെ ഇക്വേഷനിൽ കൊടുത്ത് എളുപ്പത്തിൽ സൊല്യൂഷൻ കിട്ടുന്നതാണ്. A magnetic needle free to rotate in a vertical plane parallel to the magnetic meridian has its north tip pointing down at 22 degree with the horizontal. The horizontal component of the Earth's magnetic field at the place is known to be 0.35 Gauss. Determine the magnitude of the Earth's magnetic field at the place. ഇവിടെ 22 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത് ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 0.35 ഗോസ്. അതിന് ടെസ്ല ആക്കണം. 0.35 into 10 power minus 4 ടെസ്ല. ബിഇയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പ്ലേസ്. HE equal to BE cos theta എന്നുള്ളതാണ് ഇക്വേഷൻ. Therefore BE equal to HE by cos theta. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഉത്തരം കിട്ടും 0.38 into 10 power minus 4 ടെസ്ല അല്ലെങ്കിൽ 0.38 ഗോസ്. 7 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സൂചിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്തു തരാം. ഇതുവരെ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.